ഗൈസ്, ഇത് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ആശേച്ചിൻ്റെ ഫാമിലാണ്. ഇതാണ് കർഷക സ്ത്രീയും കർഷകൻ അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ കൃഷി വിളവെടുപ്പാണ് ഗൈസ് നടക്കുന്നത്. ഇതുണ്ടോ, ഫുള്ള് മുളക്. ഇതിലും നിറയെ മുളകാണ്. വീണ്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്, കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ വിളവെടുത്തേക്കുന്ന പയറുണ്ട്. ദെൻ വി ഹാവ് നിറച്ച് മുളകുണ്ട്. പിന്നെ എന്താ, ഫുൾ കക്കിരിക്കയുണ്ട്. കക്കിരിക്കനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളെ അവസാനത്തെ എല്ലാം ഇതാ ഒരു നിറച്ചുണ്ട്. ഈ ഒരു കവർ ഇതാ, ഈ ഒരു കവർ നിറച്ചുണ്ട്. പിന്നെ ഇതാ, പിന്നെ കുക്കുംബർ ഒരു 3-4-5 കിലോ ഉണ്ടാവും. ഇത് കുറേ കഴിഞ്ഞല്ലേ, കുറേ പ്രാവശ്യം പറിച്ചില്ലേ. ഇതിൻ്റെ കൊടിയിൽ ഉണ്ടുകൂടി. ഇതിപ്പോൾ അതാ വെണ്ടയ്ക്ക് ഇത്രയുണ്ട്, നല്ല ഫ്രഷ് വെണ്ട. അതുപോലെ 2 വെള്ളരിക്ക, പയറത് എത്രയുണ്ട്. കർഷക സ്ത്രീ ഇവിടെയുള്ളത് അപ്പുറത്ത് പയർ. പിന്നെ ഇടക്കൃഷിയായിട്ട് നമ്മൾ അതല്ല, മറ്റേ മെയിനായിട്ട് നമ്മൾ ഈ കുരുമുളകാണ് നട്ടിട്ടുള്ളത്. അതിൻ്റെ ഇടക്കൃഷിയായിട്ടാണ് ഈ കാണുന്ന ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, പച്ചമുളകുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യൂക്യൂംബർ, കക്കിരിക്ക അല്ലേ, കക്കിരിക്കുണ്ട്. ഇന്നലെ ഒരു സെറ്റ് വിളവെടുപ്പ് കഴിഞ്ഞു. വീണ്ടും അത് ആയിട്ടുണ്ട് കുറച്ചും കൂടി. ഇന്നലെ വിളവെടുത്ത് കഴിഞ്ഞുകൊണ്ട് വലുതൊന്നും കാണില്ല. അതുണ്ടോ, തണുപ്പത്തെ ചെറിയതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ചീര ഇടയിലുണ്ട്. ഇതുണ്ടോ, ഈ ഒരു രീതിയിലാണ് ഒരു പൈപ്പ് കൊടുത്തിട്ട്, ഇതുണ്ടോ, ഇതുവഴി ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ആവുക ചെയ്യുക. ഇവിടെ ഒന്ന് കാണിക്കാനാണ് വന്നത്. ഇവിടെ ഇതുണ്ടോ, ഇങ്ങനെ ഫുൾ ഇവിടെ ഒരു ബോർവെല്ലൊക്കെ കുഴിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇവിടെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഫ്രഷായിട്ട് നല്ല വളവും കാര്യങ്ങളൊന്നും ചേർക്കാത്ത നാടൻ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കൃഷി രീതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടി നിങ്ങൾ സാധനങ്ങൾ വാങ്ങണം. വേണ്ടവരിങ്ങനെ മെസ്സേജ് ഇടുക. ഇതിൽ നടക്കുമ്പോൾ കെയർഫുള്ളായിരിക്കണം, കാരണം ചെറിയ തളിരുകളുണ്ട്. ദെൻ നമ്മളിവിടെ എത്തിയാലും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പൈപ്പ് ഇങ്ങനെ എല്ലായിടത്തേക്കും വെള്ളം അങ്ങനെ എത്തിക്കുന്നത്. വെണ്ടയ്ക്കുണ്ട്. ഇത് വെള്ളരിക്കയാണ് ഗൈസ്. മുകളിലുള്ള കക്കിരിക്ക ക്യൂക്യൂംബർ എന്ന് പറയും. ഇത് നമ്മുടെ വെള്ളരിക്ക. ഇടയിലൂടെ ഇവിടെ കാണുന്നുണ്ട്. പൈപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ആയിട്ടേ ഉള്ളൂ. കണ്ടോ, നമ്മൾ മറ്റ് വളങ്ങളൊന്നും ഇടാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സാധനമൊക്കെ വരുന്നത്. നാച്ചുറൽ അല്ലെങ്കിൽ മറ്റ് കീടങ്ങളൊന്നും ഇല്ലാത്തത്. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ആയി വരുന്നു. ഇത്രയും ലെങ്ത്തിൽ വരുന്നുണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടി ആവാനുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്, എനിക്കത് അങ്ങോട്ടേക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. അതുപോലെ നമ്മൾ വെണ്ടയ്ക്ക, ഇങ്ങനെയാണ് വെണ്ടയ്ക്ക ഉണ്ടായി വരുന്ന ഒരാഴ്ച 2 ആഴ്ച ആകുമ്പോൾ വെണ്ടയ്ക്കയും വിളവെടുത്ത് തുടങ്ങാം. ഇത് കണ്ടോ, നല്ല ഫ്രഷ് വെണ്ട. ഓക്കെ, എനിക്കൊന്നും ഇത് ഇത്ര ഏക്കറുണ്ടെന്നൊന്നും അറിയില്ല, കുറച്ച് കൂടുതലുണ്ട്. മുഴുവനും നമ്മളിങ്ങനെ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, നല്ല ഫ്രഷ് വെണ്ട.
ഇതിലൊക്കെ ആയി. ഇതൊക്കെ എനിക്കൊന്ന് ഇന്ന് അമ്മ പൊട്ടിക്കും, ഇന്ന് എടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കുറച്ച് വിളവെടുക്കും. അതുപോലെ തന്നെ കുറച്ചായിട്ടേ ഉള്ളൂ ആക്ച്വലി ഇത് വെച്ചിട്ട്. ഇതൊക്കെ നമ്മളെ ബഡ് സാധനങ്ങളാണ്. ഇത് മുകളിലേക്കാണ് ഇങ്ങനെ പടർന്നു വരുന്നത്, താഴോട്ടൊന്നും ഇല്ലാണ്ട്. അടിപൊളി. വഴുതന നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ കാന്താരി ഉണ്ട്, കർമൂസുണ്ട്, പപ്പായ ഉണ്ട്, അങ്ങനെ ഓരോന്നുണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ ബോർവെല്ല് കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് പിന്നെ അതുപോലെ അവിടെയാണ് ഇവിടെ പണിക്കാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിച്ചണും അതുപോലെ തന്നെ ടോയ്ലറ്റും ഉള്ള ഒരു സംവിധാനം, ഒരു റൂം പോലെ വരുന്നുണ്ട്. അതുപോലെ ഇതാ പയർ. അടുത്ത് നമുക്ക് പയറിൻ്റെ സെക്ഷനിലേക്ക് പോവാം. പയറതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഒന്നിൽ നന്നായിട്ടായിട്ടുണ്ട് അവിടെ കണ്ടോ, ഇത്രയും ലെങ്ത്തിൽ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട്. പീസ് നോക്കി, ഇത്രയും ലെങ്ത്തിലുള്ളൊരു പയർ. ഒരു 40 സെൻറ്റിമീറ്റർ, ഒരു 50 സെൻറ്റിമീറ്ററൊക്കെ വരുന്ന നല്ല നീളൻ പയറാണിത്. ഒരു കൈയിൻ്റെ നമ്മൾ ആ ഒരു മുല്ലപ്പൂവൊക്കെ വാങ്ങുന്ന ഒരു എന്തൊരു അളവ് പറയുമല്ലോ, അത്രയും വരുന്നുണ്ട് പയറൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഈ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ കുരുമുളകിനും മറ്റെല്ലാ കൃഷിയും ഇടവിളയായിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. കുരുമുളകിന് ഇടവിളയായിട്ട് ഇത് മാർക്കറ്റിലെ വിലയിൽ നിന്നും ഒരു ചെറിയൊരു പൈസ കുറച്ചിട്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ കൊടുക്കുന്നത്. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് വീട്ടിൽ ഓരോ വീടുകളിലും വിഷവിമുക്തമായ പച്ചക്കറികൾ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു സാമ്പത്തിക ലക്ഷ്യമിട്ടുകൊണ്ടൊന്നുമല്ല. ഇതെനിക്ക് തോന്നുന്നു പപ്പായ കാര്യങ്ങളൊക്കെ വിത്ത് പാകിയിട്ടുള്ളത്. ഇതൊന്ന് ഇങ്ങനെ പൊന്തി വരുമ്പം മാറ്റി നടും ഇവർ. താഴോട്ടേക്കും ഉണ്ട് കേട്ടോ. ആക്ച്വലി താഴോട്ടേക്ക് ഓരോന്ന് മത്തങ്ങയാന്ന് തോന്നുന്നു, മത്തങ്ങയൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. എൻ്റെ വണ്ടി കാണുന്നുണ്ട്, അതിൻ്റെ കുറച്ച് താഴെ എൻ്റെ വണ്ടി, അതിൻ്റെ താഴെ ഇങ്ങ് വരെ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വീണ്ടും കക്കിരിക്കേൻ്റെ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒന്നിങ്ങനെ മോശമായിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് ഫുള്ള് മോശമായി തോന്നുന്നു. ഇതാ പുഴുവൊക്കെ വരുന്നുണ്ട്. സംഭവം ഇങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റ് വളങ്ങളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ മോശമായിപ്പോയി. ഇത് കഴിക്കാൻ പറ്റില്ല, അത് മോശമായിപ്പോയി. നല്ലത് നോക്കി വാങ്ങുകയാണെങ്കിൽ ഏറ്റവും ഹെൽത്തിനും നമ്മുടെ എല്ലാത്തിനും അടിപൊളിയായിരിക്കും. ഇത് ചെറുതാണ്, ഇത് പറിക്കാം. ഇതിങ്ങനെ മോശമായി വരുന്നുണ്ട്, അതൊന്ന് പറിച്ച് കളയാം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ട്. അതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. ഇത് അമ്മ വിട്ടുപോയതാന്ന് തോന്നുന്നു പറിച്ച്. ചെറുതാണ് പക്ഷെ നല്ല മൂത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിക്കുമ്പം നല്ല ഹാർഡാണെങ്കിൽ അത് മൂത്തിട്ടുണ്ടെന്ന് അർത്ഥം. ഒരു കൊലയിൽ ഇങ്ങനെ ചില ചെടികളിങ്ങനെ നിറഞ്ഞിട്ടിങ്ങനെ എനിക്ക് പറിച്ചതാണോ. ഈ ചെടിയൊക്കെ കണ്ടോ, വെയിറ്റ് കൊണ്ടിങ്ങനെ ഒടിഞ്ഞു പോയേക്കാണ്. എല്ലാ ചെടീൻ്റെ ഇടയിൽ ഈ ഒരു മുട്ടാമ്പിളിങ്ങ ഈ സാധനം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നട്ടതല്ല, അത് പൊടിച്ച് വന്നതാണ് താനം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് കൃഷി താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾസ് നമ്മുടെ ഗാർഡനിൽ തന്നെ, അടുക്കളത്തോട്ടം എല്ലാവരും ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഇതൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നല്ല പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മൾ മെസ്സേജ് ഇട്ടാൽ മതി, കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.